ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. ദൈവത്തെ
പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കുർബാനയിലെ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആലീസിനെ സമർപ്പിക്കാം. അതുപോലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റുമായിട്ട് ഷാമിലെ ചേച്ചിയോടെയും പിന്നെ മരണം മൂലം വേർപെട്ടു പോയ വർക്കി പെടിവള്ളി തോമസ് ഇലനിക്കൽ ഇവരെയും പ്രത്യേകമായിട്ട് ഇവരെയും നമുക്ക് അനുസ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നേരാം ഒരുമയോടി ബലി അർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പുത്രനായ മിശിഹായുടെ രക്ഷാവതാരങ്ങൾ രക്ഷാവാഗ്ദാനം പൂർത്തിയാക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായി ഞങ്ങളെ അങ്ങുമായി ബലപ്പെടുത്തി ദൈവപുത്രസ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തകാലത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാനയെ യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം കർത്താവേ രാജാവേ പാടും നിൻ പുകഴുന്നും ഞാൻ സകലേശാനിൻ തിരുനാമം
വാഴ്ത്തിയിടും ഞാനനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നൽകുന്നത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവുമായി എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയെടുക്കുകയും 1 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്ന വിധം ശക്തി ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവരുമാണ്. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെയും വിധേയത്വം സകല ജാതികളുടെയും ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാക്കാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന്
കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം അക്കാലത്ത് ലോകമാസങ്ങളിലുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്തസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരേനിയ സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെടുക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെടുക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ള കച്ചവടം പൊതിഞ്ഞ് മുൾത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൽ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ള കച്ചവടം പൊതിഞ്ഞ് മുൾത്തൊട്ടിൽ കിടന്നിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്രിസ്മസിന്റെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക. 2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുകയാണ്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ അന്തസത്യം എന്ന് പറയുന്നത് നമുക്കായിട്ട് രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ കാലത്ത് തന്നെ ഈ നോബൽ പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിയാണ് ജുവാൻ മാനുവേൽ സാന്തോസ്. 2016 അദ്ദേഹം കൊളംബിയ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കൊളംബിയയിൽ ഏകദേശം 50 വർഷക്കാലമായിട്ട് വലിയ ഒരു ഗൊറില്ല ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ട്.
ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത്. ഇവര് നിഗൂഢ വനങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ ഒന്ന് പുറത്തെത്തിക്കണം. അതിനുവേണ്ടി 2006 കൊളംബിയ രാജ്യത്തിലെ ഒരു വലിയ അഡ്വർടൈസ്മെന്റ് ഏജൻസി ഉണ്ട്. ആ ഏജൻസിയെ സമീപിച്ചു. അവിടുത്തെ ആഭ്യന്തരമന്ത്രി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു കാര്യമുള്ളൂ, ഇവരെ എങ്ങനെയെങ്കിലും വെളിയിലെത്തിക്കണം. ആ ക്രിസ്മസിന് അവർ പ്ലാൻ ചെയ്തു. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ക്രിസ്മസിന്റെ സന്ദേശം ഈ ജനങ്ങളിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളിൽ എത്തിക്കണം. അവരതിന് ആദ്യത്തെ കാര്യം തിരഞ്ഞെടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് പോയിട്ടുണ്ട്. ഈ വനങ്ങളിൽ നമ്മൾ പോകുമ്പോഴേക്കും മനസ്സിൽ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് 9 കണ്ടെത്തി. അവിടെ ഇവർ വലിയ 10-25 മീറ്റർ ദൂരമുള്ള മരങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിറച്ച് ക്രിസ്മസ് വർണ്ണങ്ങളിൽ നിറച്ച് അത് മുഴുവൻ അതിൽ കുറെ സന്ദേശങ്ങൾ അവർ എഴുതി വെച്ചു. രാത്രി ഇത് മുഴുവനും ലൈറ്റ് കമ്പനിയിലൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ മരത്തിന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഇതിൽ നിന്ന് ഇവർക്കുള്ള സന്ദേശം പറയും, ക്രിസ്മസ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നുകൂടാ? അങ്ങനെ ആദ്യത്തെ 2006 ആ ഒരു പ്രവർത്തനത്തില് 2 മാസം കൊണ്ട് 300 പേര് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചെത്തി. 2007 ക്രിസ്മസിന് അവരെന്ത് ചെയ്തു? അവര് പുതിയ വേറെ കുറച്ച് ബോർഡുകൾ, കാരണം കുറച്ച് പേര് ഈ വനങ്ങളിലല്ല ആസ്വദിക്കുന്നത്, അവരെ യാത്ര മുഴുവനും ഒരു നദിയുണ്ട്. ആ നദി വഴിയാണ് ഒരു വലിയ ബോർഡുകൾ ഉണ്ടാക്കി. ആ ബോർഡിന്റെ അകത്ത് ഇവരുടെ അമ്മമാരുടെയും മക്കളുടെയും പിക്ചറുകളിൽ ഇതിന്റെ അകത്താക്കിയിട്ട് ഈ ബോളിന്റെ അകത്ത് ലൈറ്റ് വിട്ട് ഈ വെള്ളത്തിലൊഴുക്കി വിട്ടു. അങ്ങനെ ഇത് കണ്ട് ഇവരുടെ അമ്മമാരെയും മക്കളെയും ഒക്കെ കണ്ടതിന് ശേഷം കുറെ അധികം പേര് 2007 ക്രിസ്മസിന് അവരതിന് ശേഷം തിരികെ എത്തി. അങ്ങനെ കടന്നു വന്ന് 2011 ആയപ്പോഴേക്കും 50%-ലധികം പേര് ഈ ക്രിസ്മസ് ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ബെത്ലഹേം മിഷൻ എന്നായിരിക്കുന്നത്. 50%-ലധികം പേര് ഈ വിമോചനത്തിൽ നിന്ന് പുറത്തു കടന്ന് അവർ തിരികെ എത്തി. അങ്ങനെ 2016 ഇതിന്റെ കാരണഭൂതനായ പ്രസിഡന്റിന് ലോകം നോബൽ പ്രൈസ് കൊടുത്തു അംഗീകരിച്ചു. ഞാനിത് പറഞ്ഞത് നമുക്കെല്ലാം ഒരു രക്ഷകന് ആവശ്യമുണ്ട്. ഒരു രക്ഷകനില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഏത് ബന്ധനത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ചിലർക്ക് ശാരീരികമായ ചില ബന്ധങ്ങളായിരിക്കും, ചിലർക്ക് ഭക്ഷണാസക്തി ആയിരിക്കാം, ചിലർക്ക് കൂടുതൽ സംസാരം, ചിലർക്ക് മറ്റു ചില ആഗ്രഹങ്ങളായിരിക്കും. എന്തൊക്കെയാണ് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും ഓരോ ബന്ധനങ്ങളാണ് പെട്ടു കിടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് 70 പ്രാവശ്യം ക്ഷമിക്കായിരുന്നത്. ഒരു സ്നേഹിതന്റെ ഒരു ചെറിയ കുസൃതി പോലും ക്ഷമിക്കാൻ പറ്റാത്ത നമ്മളാണ്, എനിക്കും നിങ്ങൾക്കും. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്നത്? അതായത് ഇതിന്റെ ഒറ്റ അർത്ഥമുള്ളൂ, ഒരറിവും നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല. ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരറിവ് നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ല. കാരണം ഈ ക്രിസ്തുമസ് ഏറ്റവും ആദ്യം അറിഞ്ഞത് പണ്ഡിതന്മാരാണ്. ഏറ്റവും ആദ്യം അറിയുന്നത്, കാരണം ക്രിസ്തു ജനിക്കുന്നത്, ബൈബിൾ പണ്ഡിതന്മാരാണ് ക്രിസ്തു ജനിക്കുന്നത് ബെത്ലഹേമിലാണെന്നുള്ളത്. പക്ഷെ അതെല്ലാം അറിവാണ്, ആരും ഒരിക്കലും രക്ഷയിലേക്ക് എത്തിച്ചേരുന്നില്ല. നമ്മുടെ ബൈബിളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈശോ ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ സമരിയായ സ്ത്രീ പറയുന്നുണ്ട്, ഈശോയുടെ യാക്കോബിന്റെ കടൽത്തീരത്ത് വെച്ച് പറയുന്നുണ്ട് ഈ സെയിം കാര്യം. ക്രിസ്തു മിശിഹ ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം വെളിവാക്കി തരും. ഇത് നമുക്ക് വെളിവാക്കി തരണമെങ്കിൽ, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഇതിൽ നിന്ന് പുറത്തു കടണമെന്ന് നമുക്ക് വെളിവാക്കി കിട്ടണമെങ്കിൽ മിശിഹ നമ്മളിലേക്ക് വരണം. ഇതാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്, നിങ്ങൾക്കായി ഒരു മിശിഹ ജനിക്കുമെന്നുള്ളതാണ്.
പുതിയ നിയമത്തില് അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ കാണാം, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവിനെ നിങ്ങൾ ഞാൻ വർഷിക്കും. ഇതാണ് നമുക്ക് ഈ മാമോദീസയില് നമുക്ക് പുതിയ ഹൃദയവും പുതിയ ആ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് ഓൾറെഡി നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം ഈ ക്രിസ്തുമസിന് ഈ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഉള്ളിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബൈബിളിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതായത് കപ്പൽ യാത്രയില് അവര് കടൽ തീരത്തിലൂടെ കടലിലൂടെ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും കപ്പൽ അമ്മടി ഒലയുക. അതിൽ ക്രിസ്തു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഓരോ ഒരുത്തൻ ഉറങ്ങുന്ന ക്രിസ്തുവിനെ വിളിച്ചുണർത്തി കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി എന്തെങ്കിലും ചെയ്യുക. അതായത് നമ്മളൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളിലും നമ്മളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഈ പ്രശ്നം, അതായത് ക്രിസ്തുമസ് നമുക്ക് തരുന്ന സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ ഉറങ്ങി കിടക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഉണർത്തിയെടുക്കണം. ക്രിസ്തു എവിടെ ജനിച്ചത്? ക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിൽ എന്താ? വൃത്തിഹീനമായ സ്ഥലമാണ്. അതായത് ആഘോഷങ്ങളിലൊക്കെ മാറിയാണ് കാലിത്തൊഴുത്ത് ഒരിക്കലും പെരോട് ചേർന്നല്ല ഉണ്ടാക്കി വെക്കുന്നത്. കാരണം അവിടുന്ന് മണവും ദുർഗത്വം എല്ലാം വഹിക്കുന്നത് കൊണ്ട് അത് അകലെയാണ്. അതായത് നമ്മൾ ആഘോഷത്തിൽ നിന്ന് നമ്മൾ അല്പം മാറി നമ്മുടെ ഈ വൃത്തിഹീനമായ നമ്മുടെ ഹൃദയം പലവിധ ആസക്തികളിൽ ദൂരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ക്രിസ്തു ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജനിക്കാനല്ല, ക്രിസ്തു നമ്മളിൽ ആ ക്രിസ്തുവിനെ, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നമുക്ക് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമുക്ക് വരാനായിട്ട് ഒരൊറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് നമ്മൾക്ക് ജ്ഞാനം ഒരു നിശബ്ദതയിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ ക്രിസ്തുവിന്റെ ഒപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാർ, അവരെല്ലാം യാത്രയ്ക്ക് ശേഷം അവര് ഈ ക്രിസ്തു മരിച്ചതിന് ശേഷം അവരെല്ലാം തന്റെ ഭയപ്പാടിലേക്ക് തിരികെ പോകുക. അവരെല്ലാം പേടിച്ച് മുറിക്കകത്ത് കയറിയിരിക്കുക. അവിടുന്നാണ് ഈ രക്ഷകനായ ക്രിസ്തു കഥ കടച്ചിരുന്ന മുറിക്കുള്ളിലേക്ക് അവൻ കടന്നു ചെന്ന് അവരെ വീണ്ടെടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവർ 9 ദിവസം ധ്യാനിച്ചു കഴിയുമ്പോഴേക്കും അവരിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ശക്തി ഇറങ്ങി വന്ന് അവരുടെ ആ രക്ഷകനെ അവർ തിരിച്ചറിഞ്ഞ് അവർ പിന്നീട് അവരിൽ നിന്ന് അവരുടെ ഭയപ്പാടിന് വെളിയിൽ പുറത്തെടുക്കുക. അപ്പൊ അതായത് നമുക്ക് ഈ ഒറ്റ വഴി നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മളെ ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരൊക്കെ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവൊന്നും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. അത് എന്നെ രക്ഷപ്പെടുത്താൻ, നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ ഉള്ളിലുള്ള ക്രിസ്തു നമ്മളെ രക്ഷപ്പെടുത്തണം. അപ്പൊ അതാണ് നമ്മുടെ ക്രിസ്മസിന് ഓരോ ക്രിസ്മസും നമുക്കൊരു പുതുതായി മാറുക. അല്ല എങ്കിൽ നമുക്കൊരു ക്രിസ്മസ് ഒരിക്കലും നമുക്കൊരു വെറും ആഘോഷമായിട്ട് അതങ്ങ് കടന്നു പോകും. ഈശോ ഈശോ നമ്മൾ ഓർക്കണം, ഈശോ ജനിച്ചപ്പോഴേക്കും നട്ടപ്പാതിലേക്ക് അവിടെ നക്ഷത്രം കഴിഞ്ഞു. ഈശോ മരിച്ചപ്പോൾ നട്ടിച്ചേക്ക് അന്ധകാരമായി മാറി. നമ്മൾ കർത്താവിൽ നിന്ന് അകലുന്ന ഓരോ നിമിഷവും നമ്മൾ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതേസമയം കർത്താവ് നമ്മളിൽ ജനിക്കുന്ന ഓരോ നിമിഷം, നമ്മൾ കർത്താവിനെ കണ്ടെത്തുന്ന ഓരോ നിമിഷവും നമ്മൾ ആ നക്ഷത്രം നമ്മളിലേക്ക് തിരിയുക. അത് നമ്മൾ ഈശോ ഉയർത്തെഴുന്നതിന് ശേഷം ഈശോ ആദ്യം പറയുന്ന, നിങ്ങൾ ഗലീലയിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ കാണാം. ഗലീല എന്ന് പറയുന്നത് എന്താ? നഗരമല്ല, ഗ്രാമപ്രദേശമാണ്, ജെറുസലേം പട്ടണമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനിലേക്ക് തിരികുമ്പോൾ ഞാൻ നിങ്ങളെ അവിടെ വെച്ച് കണ്ടെത്താം. വെളിപാട്ടിൽ ഒരു വലിയ ഒരു വെളിപാട്ടിൻ്റെ കാര്യം, നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, നീ അത് തിരികെ അതുകൊണ്ട് ഞാൻ നിനക്കെതിരായി, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഈ ക്രിസ്മസ് രാത്രി നമ്മൾ വായിക്കും ഈശോയുടെ ജീനിയോളജി. എന്താ ഈശോയുടെ ജീനിയോളജി? അതിൻ്റെ ആരംഭമുണ്ട്, പിന്നീട് രക്ഷയുടെ ആരം, പിന്നീട് അതിലെല്ലാം പുനഃസൃഷ്ടിയാണ് ഞാൻ കാണുന്നത്. അവസാനം ക്രിസ്തുവിൽ എങ്ങനെയാണ് ബൈബിൾ ആരംഭിക്കുന്നത്? റബ്ബി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ബൈബിൾ ആരംഭിക്കുന്നത്. റബ്ബി എന്ന് പറയുന്നത് ടീച്ചർ എന്നുള്ള അർത്ഥം. എങ്ങനെയാണ് ബൈബിൾ അവസാനിക്കുന്നത്? സുവിശേഷം റബ്ബോനി, മൈ മാസ്റ്റർ. നമ്മുടെ ജീവിതവും ഇതിലേക്ക് അടയ്ക്കാൻ നിൽക്കുന്നത് നമ്മുടെ റബ്ബി എന്ന് പറയുന്നത് ടീച്ചർ എന്ന വാർത്ത നമ്മൾ റബ്ബോനി, എൻ്റെ മാസ്റ്റർ എന്ന വാക്യം എത്തിച്ചേർന്നില്ല എങ്കിൽ നമ്മുടെ ഈ ഒട്ടും പരാജയമായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഓട്ടം വെറും അർത്ഥശൂന്യമായി മാറും. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുക.
അതായത് ബൈബിളിൽ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കുമ്പസാരത്തിലൂടെ പ്രത്യേകമായിട്ട് ചിലരൊക്കെ കുമ്പസാരിച്ചു, ചിലരൊക്കെ ഈ ദിവസങ്ങൾ കുമ്പസാരിക്കുമായിരിക്കും. ഞാൻ സംഭവം നമ്മുടെ ഡാമിന്റെ ഒരു സംഭവം. ഡാമിൻ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡാമിൻ എന്ന് പറയുന്നത് ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സ്വയം സമർപ്പിച്ച വ്യക്തിയാണ്. ജീവിതം സ്വയം സമർപ്പിച്ച വ്യക്തിയാണ്. വൈദികനായ ആദ്യ നാളിൽ തന്നെ അദ്ദേഹം ഈ ഫ്രാൻസിലുള്ള ഒരു ദ്വീപിലേക്ക് ഇദ്ദേഹം യാത്രയാകുക. അദ്ദേഹം യാത്രയായ ശേഷം അവിടെ പോയി കുഷ്ഠരോഗികളെല്ലാം പരിചരിക്കുക. അവസാനം പുള്ളി തിരിച്ചറിഞ്ഞു, തനിക്ക് ഒരു ദിവസം ചൂടുവെള്ളം എടുത്തപ്പോൾ ആ വെള്ളം ദേഹത്തിൽ വീണപ്പോൾ മനസ്സിലായി, പുള്ളി ചൂട് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ മനസ്സിലായി എനിക്ക് കുഷ്ഠം പിടിച്ചിരുന്നത്. അതിനുശേഷം ഇദ്ദേഹം സുപ്പീരിയർക്ക് എഴുതുന്നുണ്ട്, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് അവസാനം കുമ്പസാരിക്കണം. അതുവരെ കുമ്പസാരിക്കാൻ കുഴപ്പമില്ല. കാരണം പുള്ളിക്ക് യാത്ര ചെയ്യാമായിരുന്നു. പുള്ളി പോയി ഓരോ സ്ഥലത്ത് ചെന്ന് പുള്ളി ഇവർക്ക് വേണ്ടി കൃഷി എടുത്ത് യാചിച്ചും ഒക്കെ ആയിട്ടാണ് ഇവർ കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നത്. അതിനുശേഷം പുള്ളി സുപ്പീരിയർ എഴുതുമ്പോൾ ഒരു സുപ്പീരിയർ തിരിച്ചു മറുപടി എഴുതും, ഇന്ന കപ്പലിൽ ഇന്ന ദിവസം ഒരു വൈകിട്ട് വരും, നിനക്ക് കുമ്പസാരിക്കാം. അങ്ങനെ ഈ ഡാമിൻ കുഞ്ഞാളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഈ വൈകിട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഈ ദിവസം വെയിറ്റ് ചെയ്തു. പുള്ളി കപ്പൽ വരുന്ന കണ്ടപ്പോൾ പുള്ളിയുടെ തൻ്റെ വഞ്ചിയും എടുത്ത് നൗകയും എടുത്ത് പുള്ളി ആ കപ്പലിൻ്റെ അടുത്ത് ചെന്നു. കപ്പലിന് അകൽ വെച്ച് കപ്പലിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ കപ്പിത്താൻ കണ്ടു, ഇത് ഡാമിനാ വരുന്നത്, ഇവൻ ഓൾറെഡി കുഷ്ഠം പിടിച്ചവനാണ്. പണ്ട് ഈ കപ്പിത്താൻ ഉപയോഗിച്ച് പറയും പ്രവേശനം പറയും. പ്രവേശനം കഴിയുമ്പോൾ പുള്ളി നിലവിളികൾ കരയുന്നുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിച്ചാൽ മാത്രം മതി. അപ്പൊ ഇത് കരയിച്ച് കണ്ടപ്പോഴേക്കും ഈ വൈദ്യൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കുമ്പസാരിക്കേക്കാളുള്ള വൈദ്യൻ ആ വൈദ്യനെ കപ്പിത്താൻ്റെ അയച്ചു, ഒന്ന് കുമ്പസാരിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് കുമ്പസാരിക്കാൻ. ഈ വൈദ്യൻ പെർമിഷൻ കൊടുത്തില്ല, ഈ കപ്പിത്താൻ പെർമിഷൻ കൊടുത്തില്ല. എനിക്ക് എൻ്റെ പാസഞ്ചറെ തോന്നണം, ആരെയും ഇതിലേക്ക് പ്രവേശിപ്പിക്കില്ല. എന്നിട്ട് ഈ വൈദ്യൻ ഈ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഈ ടെക്നോളജി ചെയ്യാതെ ഞാൻ അസലിട്ടിരിക്കാം, നീ അവിടെ നിന്ന് നീ കുമ്പസാരിച്ചോളാം. ഇങ്ങനെ നിലവിളിച്ച് ഈ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിച്ച ആ ഡാമിൻ കുഞ്ഞാളൻ നിലവിളിച്ച് നിന്ന് അവിടെ നിന്ന് പരസ്യമായിട്ട് കുമ്പസാരിക്കുന്നു. ഇതൊക്കെ ഓർത്തലുകൾ നല്ലതാണ്. ഈ ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികൾ ഓർക്കുക, മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഈ ഡാമിൻ കുഞ്ഞാളൻ. ആ പുണ്യാളൻ ഈ കുമ്പസാരിക്കാൻ പറ്റാത്ത അവസരത്തിൽ എന്തുമാത്രം നിലവിളിച്ച് അവിടെ കിടന്ന് കുമ്പസാരിച്ചത്. എന്നിട്ട് ഇതിൻ്റെ അകത്തു നിന്നാണ് ഭാവം കൊടുക്കുന്നത് പുള്ളി വെളിയിൽ നിന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കിട്ടിയ അവസരം നമ്മുടെ മുമ്പിൽ എത്തിയോ വൈകിയുണ്ട്. ഇതൊക്കെ ഒരു ദിവസം കണക്കൂടുന്നത് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ഓർക്കുക, ഈ ശേഷം ഏറ്റവും നല്ല കുമ്പസാരം നടക്കുന്ന ശ്രമിക്കാത്തത് നമ്മളെല്ലാവരെയും നൽകിയിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ആദ്യത്തെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലിയോ പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി പിതാവിനെയും ഞങ്ങൾ
ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ പിയർ ബാപ്റ്റിസ്റ്റ് പാത്രിയോസിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി നിന്റെ പ്രവൃത്തിയിൽ നാൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയകരമായ മാത്രം ചെയ്യുവാനും പുണ്യപ്രവർത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ നീതിമാനായ മാർയോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മോർത്തമോസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയപരിസ്ഥിതി തീരുമാനമാരുടെയും അവിടെ ചുവരുന്ന സാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും തന്നെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരി കുർബാനയുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നത് ഞങ്ങളെ അങ്ങ് കാണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടർന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്വരങ്ങളിലും സ്തുതിയും എല്ലാ നാമങ്ങളുടെ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളുടെ പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവന്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധമാരുടെ 10,000ങ്ങളും മഹോന്നതനായ കൂട്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവചന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ഉന്നത
ബലഹീനരുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വിളിച്ചു കൊടുക്കും. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവെ, നമ്മെ പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവികരീതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമർപ്പിക്കുകയും മൃതനായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാതൃയോപത്തിനാത്മൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധാവിപ്പെട്ട മാതാപിതായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനാട്യ ഭക്തസ്ഥാപത്യത്തിന് വേണ്ടിയും മറ്റെല്ലാ വൈദികാധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനന്മാർ, സമർപ്പിതന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, അധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീധന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവർ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും
വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദീപികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ശാപതയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യും.
ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വരാജ്യത്തിൽ സകലക്ഷത്തോടും ഒന്നിച്ച് തുതിക്കുവാൻ ഞങ്ങളുടെ അതിരുകളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ എപ്പോഴും പ്രസന്നവതരും നിഷ്കളങ്കരമായ വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ജനതകളെ, തന്റെ കൃപയാൽ നിങ്ങളുടെ കടങ്ങളെ പുറത്ത് കാരുണ്യത്തിൽ നന്ദി പറയുവിൻ. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്ന രഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ.
കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തിരുക്കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ തിരുക്കർമ്മങ്ങളുടെ സമയവിവരമാണ് ഇപ്പോൾ പറയുന്നത്. ക്രിസ്മസിന്റെ 24 വൈകിട്ട് നേരത്തെ അറിയിച്ചിരുന്നത് ഇവിടെ സൗകര്യമില്ല, കാരണം കുർബാന നടക്കുന്നത് കൊണ്ട് 9:30 മണിക്ക് ആശ്രമത്തിൽ വെച്ച് കുർബാന അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം ഓക്കെയാണ്? ഓക്കെ. 9:00 ആശ്രമത്തിലെ ലൊക്കേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. 9:30 മണിക്കായിരിക്കും കുർബാന. അതിനുശേഷം അതിലേക്ക് കുർബാനയ്ക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 25-ാം തീയതി പിറ്റേ ദിവസം ക്രിസ്തുമസിന്റെ അന്ന് സാധാരണ 2 മണിക്ക് ഇവിടെ വെച്ചായിരിക്കും കുർബാന. 2 മണിക്ക് തന്നെ. ഓക്കെ. പിന്നെയുള്ളത് ന്യൂ ഇയറിന്റെ തിരുകർമ്മങ്ങളാണ്. 31-ന് ഇവിടെ സൗകര്യമില്ല. താഴെ ആശ്രമത്തിൽ 9:00 നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഓക്കെ ആണോ? വേണോ വേണ്ടിയോ? ന്യൂ ഇയർ കുർബാന ബുധനാഴ്ചയാണ്. വേണം. ഓക്കെ. അങ്ങനെ ആശ്രമത്തിൽ ക്രിസ്മസിന്റെ കുർബാന വരാൻ 9:00 താഴെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ആശ്രമത്തിൽ 9:30 മണിക്ക്. ന്യൂ ഇയറിന്റെ അന്ന് ഉച്ചയ്ക്ക് കുർബാന ആവശ്യമുണ്ടാവും. 1 മണി. അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് രാത്രിയുടെ കുർബാന. ഓക്കെ. താല്പര്യമുള്ളവർ ഇതിൽ പങ്കെടുക്കുക. ഉച്ചയ്ക്ക് കുർബാന ഉണ്ടായിരിക്കില്ല. ന്യൂ ഇയർ ഡേയാണ്. ബത്ലഹേമിലെ തിരുക്കർമ്മങ്ങൾ അതുപോലെ ലാസ്റ്റ് നടത്തുന്നതുപോലെ 25 വെളുപ്പിന് ഉണ്ടായിരിക്കുന്നതാണ്. ബസ്സുകൾ ജെറുസലേമിൽ പല ബസ്സുകൾ അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ബസ്സുകളും തന്നെ ഫുള്ളായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയും ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനകത്ത് നിന്ന് ഒഴിയുന്നുണ്ടെങ്കിൽ സ്ഥിതികൾ മാറിയിരിക്കും തോന്നുന്നു. അത് ബസ് അറേഞ്ച് ചെയ്ത് വിട്ടുള്ള അവരുമായിട്ടുള്ള കോൺടാക്റ്റുകളാണ് ഓർമ്മപ്പെടുത്തുകയാണ്. ബസ്സിന്റെ ക്ലിയറൻസ് എല്ലാത്തിലും ബസ്സുകൾക്ക് ക്ലിയറൻസ് ആവശ്യമുണ്ട്. തിരിച്ചു വരുമ്പോൾ അതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബസ്സുകളുടെയും നമ്പറും ഡ്രൈവർമാരുടെ പേരും ഫോൺ നമ്പറും അതാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെല്ലാം സബ്മിറ്റ് ചെയ്യുകയും പോകുമ്പോൾ നിർബന്ധമായിട്ടും പാസ്പോർട്ട് നിങ്ങൾ കരുതിയിരിക്കണം. വിസ കുഴപ്പമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പാസ്പോർട്ട് നിർബന്ധമായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് രാജ്യക്കാരാണ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസിന് കേക്ക് കൊടുക്കുന്ന പതിവുണ്ട്. കേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരികയാണെങ്കിൽ തലേദിവസവും പിറ്റേ ദിവസവും കൊടുക്കാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർ കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പാട്ടുകാരനെ കുറിച്ച് പാട്ടുകാരന്റെ ആവശ്യത്തെ കുറിച്ച് അറിയിച്ചിരുന്നു. 2 പേര് വന്നിട്ടുണ്ട്. മുമ്പോട്ട് വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും മുമ്പോട്ട് കടന്നു താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം. പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും പുരുഷന്മാരുടെ സാന്നിധ്യം വളരെ വളരെ കുറവാണ്. പുരുഷന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പേര് തരുന്നുണ്ട്. ഒരു വർഷം 5-8 മാസം മുമ്പ് 2 പേര് വന്ന് പേര് തെളിച്ച് വരും. അവരെ പാതയ്ക്കാൻ വേണ്ടി അൽഫോൻസാമ തിരുനാൾ വന്ന് പാടിപ്പോയി. നല്ല പാട്ടായിരുന്നു. ഈ പാതയ്ക്ക് കണ്ടില്ല 2 പേര് പുരുഷന്മാരെ. അപ്പോൾ പുരുഷന്മാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വന്ന് സഹകരിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുമസിന് നമ്മുടെ സന്ദർശനം പറഞ്ഞതുപോലെ അവസാനിച്ച് ഒരുങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളിപ്പോഴും ഒരുപാടുണ്ടാ പറയാം. സുത്രകവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കാനും ആരാധിക്കാനും കാരുണ്യപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളുടെ ദൈവമക്കളാക്കാനും പാപാന്തകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ ഞങ്ങൾ നന്ദി പറയുന്നു.
വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിച്ച ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിന്റെയും നാഥായേക്കും. ലോകരക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ ജനമേ, രക്ഷയുടെ ദിവസം സമാഗതമാകുമ്പോൾ രക്ഷകനെ സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. തിരുവചനം ശ്രമിക്കുകയും തിരിച്ചറിയ രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത നിങ്ങളെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ ആൾക്കാർ നിങ്ങൾ എല്ലാവരും ബുദ്ധിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ എന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, കഴിയുന്നവർ നിന്നെ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ ഉപദേശിയാൽ ആശ്വസിപ്പിക്കണേ. ജീവന്റെ മണത്തിന്റെ നാദരം പിതാവും നിന്റെ പരിശുദ്ധാത്മാവുമായ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാടിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരുത്തു വലഭാഗേ ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസും സന്തോഷത്തിലാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിലവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശ്വാസമുടെ ചെയ്യും തിരുസന്നിധിയിൽ പോലെ തപസന്നിധിയിൽ
വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തെ സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ ക്ഷേമം അവന്റെ പക്കലാകുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തെ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാണ്. പരിശുദ്ധാത്മാവുമായ ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിക്കടയാളത്തോടും ദൈവന്മാരോടുകൂടെ വാനമേഘമേറി പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരാശിയരായി കപടങ്ങളിൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളിലെ ഞങ്ങളുടെ സമൂഹത്തിൽ നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും അങ്ങേക്ക് നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തിൽ ദിവസത്തോട് നടത്തുന്ന അവരുടെ അഭിഷക്തകരങ്ങളെ മരണമാകാതെ കാരണമേ. അങ്ങേ വിലയിരുത്തിയെടുക്കാൻ നൽകുന്ന നാവുകളെ നഗരമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ ഓരോരുത്തരുടെയും ജീവിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾക്ക് വിശുദ്ധമായ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ സ്നേഹം അവയെ ലോകത്തിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ആശ്വാസവും കരുത്തിന്റെ സ്വഭാവമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, ഈ പ്രവൃത്തിയെയും ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യുതരാജ്ഞിയെ മരുമേ പ്രാർത്ഥിക്കണമേ. Amen.
വിശേഷം? അപ്പോൾ എത്രയാണ് പഠിക്കുന്നത്? സച്ചു 8-ലോ? ഞങ്ങൾ പള്ളിയിൽ വേണ്ടി കുമ്പസാരിക്കുന്ന അച്ഛന്മാരെ പഠിത്തം അല്ല പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയാണ്. ഞങ്ങൾ ബാൽക്കണിയിൽ ഇറങ്ങാൻ കൊടുക്കുന്നത്. അപ്പോൾ കുമ്പസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആൻറ്റി ന്യൂനിയോടൊന്ന് പറയുമോ? ന്യൂനിയോട് ചോദിച്ചോട് അരക്കെന്ന് പറഞ്ഞാൽ ജോബിച്ചിന് അവിടുത്തെ അമ്മേനെ ഒന്ന് വിളിക്കാം. അമ്മയ്ക്ക് രാത്രി കാറ് നല്ല പോയിരുന്നു, കാറ് കിട്ടിയില്ല, ബൈക്കിനെ പോയത്, പള്ളി എത്തിയൊന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ വിളിക്കുമ്പോൾ നെറ്റ് ഓഫ് കാറ് വർഷൂപ്പിലാണ്, നമുക്കിന്ന് കിട്ടിയില്ല വണ്ടി. ഒന്ന് വിളിച്ച് ചോദിച്ച് അവർ പള്ളിയിൽ എത്തിയോന്ന് ഈ കേൾക്കുകയാണ്. അമ്മച്ചി ജോബിച്ചിനെ അമ്മച്ചിനെ ഒന്ന് വിളിച്ച് ചോദിക്കും അവർ പള്ളിയിലാണെന്ന് ചോദിച്ചാൽ മാത്രം ഞാൻ